Hi all, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Hello, Good ആണോ എനർജറ്റിക് ആണോ? ഫുഡ് കഴിച്ചില്ല എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം മനസ്സിലായോ? അടുത്തതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ് മാം, ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, let's begin our class. ഓക്കെ, അപ്പൊ എന്താ പ്രോണോൺ ആണല്ലേ അടുത്ത ടോപ്പിക്. എന്താ പ്രോണോൺ ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇപ്പോ നൗൺ കഴിഞ്ഞു അല്ലെ, നമ്മൾ നൗൺ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? പ്രോണോൺ ആണല്ലേ. പ്രോണോൺ എന്താ? ഒരു നൗണിന് പകരമായി യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രോണോൺ എന്ന് പറയുന്നത് അല്ലെ. ഒരു സെന്റൻസിലെ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് പ്രോണോൺ എന്ന് പറയുന്നത്. എന്താ? റെപ്പിറ്റേഷൻ അല്ലെ. റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലേ. ഇപ്പോ എക്സാമ്പിൾ നോക്കി എല്ലാവരും. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെ. അപ്പോ മീര എന്ന് പറയുന്നതാണ് ഇവിടെ നൗൺ അല്ലേ. മീര എന്ന് പറയുന്നതാണ് നൗൺ. അപ്പൊ നമ്മൾ പറയണം മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെ. മീര ഹാസ് ലോങ് ഹെയർ അല്ലെ. അങ്ങനെ മീര 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 എന്ന് തന്നെ നമ്മൾ പറയോ? ഇല്ല അല്ലെ. അവളെന്ന് പറയൂലേ. അവളെന്താ നമുക്ക് ഒരുപാട് മുടിയുണ്ട് നമ്മ പറയില്ല എങ്ങനെ. അവള് യൂസ് ചെയ്യും അല്ലെ അവിടെ. അപ്പൊ എന്താ? അതാണ് പ്രോണോൺ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പൊ എന്താ? മീരയ്ക്ക് പകരം അടുത്ത സെന്റൻസിൽ എന്ത് ഉപയോഗിച്ചു? പ്രോണോൺ ഉപയോഗിച്ചു അല്ലെ. ഷീ ഹാസ് എ ലോങ് ഹെയർ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. സാം ഈസ് എ ബോയ്, ഹി സ്റ്റഡി വെൽ അല്ലെ. സാമിന് പകരം എന്ത് ഉപയോഗിച്ചു അവിടെ? ഹി ഉപയോഗിച്ചു അല്ലെ. പ്രോണോൺ എന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഐ, ഹി, ഷീ, യു, വി, ദേ, അതൊക്കെയല്ലേ പ്രോണോൺ ആയിട്ട് വരാ. എല്ലാവരും ഓരോ എക്സാമ്പിൾസ് വെച്ചൊന്ന് പറഞ്ഞേ. അത് റിപ്ലൈ ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്യും. എക്സാമ്പിൾ പറയാവോ? സെന്റൻസ് ഒന്ന് പറയാവോ എല്ലാവരും? ഓരോരുത്തരോടൊന്ന് പറഞ്ഞേ. ഓ, മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ പോലെ ഒരു സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്ത് എല്ലാവരും. കേൾക്കുന്നില്ല ആരും? കേൾക്കുന്നില്ലേ? ആരും ശ്രദ്ധിക്കുന്നില്ലേ? സെന്റൻസ് മേക്ക് ചെയ്യ്, എല്ലാവരും ചെയ്യ്. എന്തേ ആരും ഇല്ലേ? ഇത് പ്രോണോൺ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെന്റൻസ് മേക്ക് ചെയ്യാം എല്ലാവരും. പോരട്ടെ എല്ലാവരും. കുറച്ച് പേര് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഓക്കെ, അപ്പൊ എന്താ ടൈപ്സ് നോക്കിയാല് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട് അല്ലെ. പേഴ്സണൽ പ്രോണൗൺ, possessive pronoun, reflexive emphatic pronoun, demonstrative pronoun, distributive pronoun, indefinite, reciprocal, interrogative, relative pronoun അല്ലെ. ഇത്രയും പ്രോണൗൺസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് എന്താ? നെയിം സൂചിപ്പിക്കുന്ന പോലെ പേഴ്സണൽ അല്ലെ. എന്താ?
പേഴ്സണൽ ആയിട്ട് പേഴ്സണൽ പ്രൊണൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിം അല്ലേ? പേഴ്സൺ എന്ന് പറയുമ്പോൾ നെയിം, പേഴ്സന്റെ നെയിമിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുന്നത് അല്ലെ? പേഴ്സണൽ പ്രൊണൗൺ തന്നെ 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ എന്താ പേഴ്സണൽ പ്രൊണൗണിലെ 3 ടൈപ്പ് ഏതൊക്കെയാന്ന് നോക്കിയേ. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ ആൻഡ് പൊസസീവ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ. എന്നിങ്ങനെ 3 ടൈപ്സ് ഉണ്ട് അല്ലെ? അതിൽ ഫസ്റ്റ് ഏതാ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ അല്ലെ? ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് ഇവിടെ പേഴ്സണൽ പ്രൊണൗൺ ആയിട്ട് വരിക. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആണ് ഇവിടെ പേഴ്സണൽ പ്രൊണൗൺ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. ഹീസ് ക്ലവർ, അവിടെ ഹീ ആണ് സബ്ജക്റ്റ്, അപ്പൊ ഇതെന്താ? സബ്ജക്റ്റീവ് പ്രൊണൗൺ ആണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ടൈഗർ, ഇറ്റ് എന്ന് പറയുന്നത് എന്താ? പേഴ്സണൽ പ്രൊണൗൺ ആണല്ലേ? ഇവിടെ എന്താ? സബ്ജക്റ്റ് ആണ്, അപ്പൊ ഇത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ ആണ്. ഷീസ് ബ്യൂട്ടിഫുൾ, ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, അപ്പൊ ഇതെന്താ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ ആണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആരെങ്കിലും പറഞ്ഞേ സബ്ജക്റ്റീവ് പ്രൊണൗൺ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരു സെന്റൻസ്, ഒരു എക്സാമ്പിൾ പറയൂ. ഓക്കെ, റെസ്പോണ്ട് ചെയ്യേ. എക്സാമ്പിൾ പറ, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. ഈസ് മൈ ഫ്രണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയൂ. അടുത്തത് സബ്ജക്റ്റ് വരുന്ന സബ്ജക്റ്റ് പേഴ്സണൽ പ്രൊണൗൺ എക്സാമ്പിൾ പറയൂ, ഒരാൾ മാത്രമോ? ഓക്കെ, നെക്സ്റ്റ് 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 കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കിട്ടിയില്ലേ? അതേപോലെ എല്ലാവരും പറയൂ. പേര് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാവരും പറയൂ. നിങ്ങൾ തന്നെ സെന്റൻസ് മേക്ക് ചെയ്യൂ, എന്നാലേ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുള്ളൂ. സ്വന്തമായിട്ട് ചെയ്യൂ, മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. സെന്റൻസ് മേക്ക് ചെയ്യ്. ഓക്കെ, ഓക്കെ. ഇവിടെ എന്താ? പ്രൊണൗൺസ് എല്ലാം എന്താ? സബ്ജക്റ്റ് ആയി അല്ലെ? അപ്പൊ എന്താ? സബ്ജക്റ്റീവ് പ്രൊണൗൺ ആണ്. ഓക്കെ, സബ്ജക്റ്റീവ് പ്രൊണൗൺ എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് നോക്കട്ടാ. ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ. അപ്പൊ എന്താ? ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രൊണൗൺ ആണ് എന്ത്? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ എക്സാമ്പിൾസ് നോക്കിയേ. ഷീ ഹെൽപ്ഡ് ദം എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുന്നത്. ഡോണ്ട് ടെൽ ഹിം, ഈ ഹിം ആണ് ഇവിടെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ ഏതൊക്കെ വേർഡ്സ് അവനെ നോക്കിയേ. കണ്ടോ, ഇവിടെ കണ്ടോ? മീ, യു, ഹിം, ഹർ, ഇറ്റ്, അസ്, ദം അല്ലെ? അതൊക്കെ എന്താ? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗണിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതിന്റെ സെന്റൻസ് കണ്ടില്ലേ നിങ്ങൾ? എക്സാമ്പിൾ നോക്കിയേ. ഷീ ഹെൽപ്ഡ് ദം അല്ലെ? അവരെ സഹായിച്ചു എന്നാ പറഞ്ഞ. അവരെ അവിടെ ഒബ്ജക്റ്റ് ആണ് ഈ ദം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതെന്താ? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ ആണ്. ഡോണ്ട് ടെൽ ഹിം അല്ലെ? അവനോട് പറയരുത് എന്നാണ് അല്ലെ? അപ്പൊ ഇതെന്താ? ഇവിടെ ഒബ്ജക്റ്റ് ആണ് ഹിം ആയിട്ട് വന്നത് അല്ലെ? അപ്പൊ അതിനുള്ള എക്സാമ്പിൾ എല്ലാവരും പറഞ്ഞേ. ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺ എക്സാമ്പിൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. പറയൂ, ട്രൈ ചെയ്യൂ. She didn't talk to me yesterday. Neither loves him. Okay. Her dance is very beautiful. അതൊരിക്കലും ആവില്ല. Her dance is very beautiful ഒരിക്കലില്ല. ഒബ്ജക്റ്റ് ആയിട്ട്. Her name is Megha. You are very beautiful. ഇതൊന്നും ഒബ്ജക്റ്റീവ് അല്ല. ഒബ്ജക്റ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരിക. മനസ്സിലായോ? സബ്ജക്റ്റിലല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടേ, ഒബ്ജക്റ്റിനാണ്.
ഐ സെൻഡ് എ ലെറ്റർ ടു ഹിം. അങ്ങനെ വരാ. അതുപോലെ എല്ലാവരും സെന്റൻസ് മേക്ക്. ഐ ഗിവ് ഗിഫ്റ്റ് ടു ഹർ. ഓക്കെ, ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് ദം? എല്ലാവരും നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി പഠിക്കുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരും സെന്റൻസ് മേക്ക് ചെയ്യും. എല്ലാവരും. This pen is her. She loves him. Okay. It's a donation from them. അടുത്തത് പറയൂ, എല്ലാവരും പറയൂ. നമുക്കിത് ഓരോന്നങ്ങനെ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. I love them. Okay. Okay. കഴിഞ്ഞോ? അപ്പൊ എല്ലാവർക്കും ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്താന്ന് മനസ്സിലായില്ലേ? ബ്യൂട്ടിഫുൾ ഹെയറോ? ഇറ്റ്സ് നോട്ട് റോങ് ആണിത്. ഒബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കാം. ക്ലിയർ ആയില്ല? നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല അല്ലെ? ഇവിടെ ദം എവിടെയാ വന്നേ? ഒബ്ജക്റ്റിലല്ലേ വന്നേ അല്ലെ? ദം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ് അല്ലെ? അവൾ അവരെ സഹായിച്ചു അല്ലെ? കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ എന്താ? അവരെയാണ് സഹായിച്ചത് അല്ലെ? ആരെന്ന് ചോദിക്കുമ്പോൾ എന്താ? അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. ആരെ സഹായിച്ചു എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഓക്കെ. അപ്പൊ അത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? പറയൂ. നമുക്ക് ഓരോന്നും അങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഡൗട്ട് എപ്പോഴും അങ്ങനെ നിൽക്കും. Don't talk to him. സബ്ജക്റ്റീവ് എന്താ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്താ പറഞ്ഞേ? അവിടെ സബ്ജക്റ്റ് ആണ് അല്ലെ? ഹീസ് ക്ലവർ ആണ് വന്നേ അല്ലെ? അവിടെ എന്താ? അവിടെ ഒബ്ജക്റ്റ് ഒന്നുമില്ല അല്ലെ? അവിടെ എന്താ? അവന് എന്താ? അവൻ ക്ലവർ ആണ് എന്നാ പറഞ്ഞേ. അവൻ ക്ലവർ ആണ് എന്നാ പറയാ. അപ്പൊ അവിടെ സബ്ജക്റ്റ് ആണ് മെയിൻ അല്ലെ? അപ്പൊ അതെന്താ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണെന്ന് പറയാം അല്ലെ? ഷീസ് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയാണ് അല്ലെ? അപ്പൊ അതെന്താ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്നല്ലേ പറയാ? ആ സെന്റൻസ് നോക്കാതെ. അപ്പൊ ഒബ്ജക്റ്റിൽ വന്നപ്പോഴോ? ഒബ്ജക്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ? ഷീ ഹെൽപ്ഡ് ദം അല്ലെ? അപ്പൊ ഈ സെന്റൻസ് എന്താ? ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആണ്. കാരണം എന്താ? അവിടെ കൂടുതലും ഇമ്പോർട്ടൻസ് എന്താ? ദം ആണ് അല്ലെ? അവൾ അവരെ സഹായിച്ചു എന്നാ പറയാ. ഡോണ്ട് ടെൽ ഹിം. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ? ഒബ്ജക്റ്റ് ആണല്ലേ? അതെന്താ? ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആണ്. ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടോ? പറയാവോ നിങ്ങള്? നെക്സ്റ്റ് നോക്കിയെന്നാല് പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ. പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ എന്താ?
പൊസസീവ് എന്ന് കേൾക്കുമ്പോ എന്തൊക്കെയാ? മൈ, യുവർ, ഹിസ്, ഹെർ അല്ലെ? ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വന്നേ? ഹിം ഒക്കെയാ വന്നേ. ഹിം, ഹെർ, ഇറ്റ് അല്ലെ? അസ്, മീ. അപ്പൊ പൊസസീവിൽ എന്തൊക്കെയാ വന്നേ? മൈ അല്ലെ? എന്റെ എന്നൊക്കെയാ പറയാ. എന്റെ, നിന്റെ, അവളുടെ, അവന്റെ എന്നൊക്കെയല്ലേ? അവരുടെ അതൊക്കെയാണ് പൊസസീവില് വരാ. മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ. എന്റെ ഫ്രണ്ട് ഒരു ഡോക്ടർ ആണ് എന്നാ പറയാ. അപ്പൊ അതൊക്കെയാ ആ സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ എന്താ? പൊസസീവ് ആഡ്ജക്റ്റീവ് പ്രോണൗൺ ആണെന്ന് അല്ലെ? വാഷ് യുവർ ഹാൻഡ്സ്. നിന്റെ കൈ കഴുകൂ എന്നല്ലേ പറയാ. അപ്പൊ ഇതെന്താ? ഇതും പൊസസീവ് ആഡ്ജക്റ്റീവ് പ്രോണൗൺ ആണെന്ന് പറയാം നമുക്ക്. ദിസ് ഈസ് മൈ ഹൗസ് അല്ലെ? അപ്പൊ ആ സെന്റൻസ് കാണാൻ മനസ്സിലായില്ലേ നമുക്ക്? അതെന്താ? പൊസസീവ് ആണ് അല്ലെ? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അതിനൊരു എക്സാമ്പിൾസ് പറഞ്ഞ എല്ലാവരും. പറയൂ, എല്ലാവരും പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ. സെന്റൻസ് മേക്ക് ചെയ്യുന്നതായാലും. തെറ്റാണ്. My phone, my book. Is bad. Okay, next. കുറച്ച് പേർക്ക് ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്യൂ. ക്ലാസ്സിൽ ഇപ്പോ ഒരു 74 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ. തെറ്റായാലും കുഴപ്പമില്ല. നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യൂ. മിസ്റ്റേക്സിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുള്ളൂ. ഓക്കെ. My child is clever. Okay. എല്ലാവരും ട്രൈ. ഓക്കെ. അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പ്രോണോൺ മനസ്സിലായില്ലേ? പേഴ്സണൽ പ്രോണോൺ ക്ലിയർ അല്ലേ? പേഴ്സണൽ പ്രോണോൺ എന്താ മനസ്സിലാണ് അല്ലെ? ഓക്കെ. പേഴ്സണൽ പ്രോണോൺ മൂന്നായിട്ട് തിരിച്ചിരുന്ന സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണോൺ, മറ്റേത് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണോൺ, നെക്സ്റ്റ് ഏതാ? പൊസസീവ് പേഴ്സണൽ പ്രോണോൺ. സബ്ജക്ട് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് വരാം അല്ലെ? ആ സെന്റൻസ് നോക്കുമ്പോൾ സബ്ജക്ട് ആയിരിക്കും അവിടെ ഉള്ളത്. അതെന്താ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണോൺ ആണ്. സബ്ജക്റ്റിൽ വരുന്ന വേർഡ്സ് അതൊക്കെ നോക്കി വെക്കാം. ഓക്കെ. ഐ, യു, വി, ദേ, ഹി, സബ്ജക്റ്റിൽ വരുന്നതാണ് അല്ലെ? നെക്സ്റ്റ് ഏതാ? ഒബ്ജക്റ്റ് വരുമ്പോ ഏതൊക്കെ വേർഡ്സ് ആണ് നോക്കിയേ? മീ, യു, പിന്നെന്താ? അസ്, യു, ദം അല്ലെ? ഇതൊക്കെ ഒബ്ജക്റ്റ്. കുറച്ച് ആ വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കാം. അപ്പൊ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ് ഏതാ നോക്കിയേ? പൊസസീവ് അല്ലെ? പൊസസീവിൽ എന്താ? മൈ അല്ലെ? എന്റെ, നിന്റെ എന്നൊക്കെ പറയുന്നത് അതൊക്കെ പൊസസീവ് എന്ന് പറയാം. പേഴ്സണൽ പ്രോണോൺ ക്ലിയർ അല്ലേ എല്ലാവർക്കും? മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാവോ? ആരെങ്കിലും ചോദിക്കാവോ? എന്നാ എല്ലാവർക്കും ക്ലിയർ ആണോ? പറയൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവും. അപ്പൊ അത് വേഗം ക്ലിയർ ആവും. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം നമുക്ക്. ക്ലിയർ അല്ലേ അപ്പോ? ഓക്കെ. ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഏതാ? പൊസസീവ് പ്രോണോൺ ആണേ. പൊസസീവ് പ്രോണോൺ എന്താ? This pronoun is used instead of noun. They are usually placed after the noun in sentence. അല്ലെ? നൗണിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. നൗണിന് പകരം ഉപയോഗിക്കുന്ന പ്രോണോൺ ആണ് പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് ആ പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണോൺ പറഞ്ഞില്ലേ? അത് തന്നെ സെയിം ആണ്. പൊസസീവ് എന്ന് പറയുന്നത് എന്റെ, നിന്റെ എന്നൊക്കെ പറയില്ലേ? ഓണർഷിപ്പ് ഒക്കെ അല്ലേ? അതൊക്കെ പറയുന്നതാണ് പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്നത്. ഏതൊക്കെയാ നോക്കിയാൽ വരാം? മൈൻ, യുവർ, ഹിസ്, ഹെർ, അവേഴ്സ്, യുവേഴ്സ്, ദയേഴ്സ്. ഇതൊക്കെ എന്താ? പൊസസീവ് പ്രോണോണിലാണ് അല്ലെ?
Okay, this car is mine. ഇതെന്റെ കാറാണ്. This flat is yours. ഇത് അവരുടെ ഫ്ലാറ്റ് ആണ്. അല്ലെ? അതൊക്കെയാണ് പൊസസീവ് പ്രോണൗണിൽ വരിക. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ എല്ലാവരും പെട്ടെന്നാവട്ടെ, എല്ലാവരും എക്സാമ്പിൾസ് പറയൂ. പറയൂ എല്ലാവരും. ആരും ആക്റ്റീവ് അല്ലേ? That phone is yours. You are mine. This book is mine. He is my father. He is my father. എങ്ങനെയാ പറയാ? He is mine. 5-6 പേര് മാത്രമേ റിപ്ലൈ ചെയ്യണുള്ളൂ. ബാക്കി ആരും ഒന്നും മിണ്ടാത്തേ. നിങ്ങൾ കേൾക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? സ്വന്തമായിട്ട് സെന്റൻസ് ഒന്നും ഉണ്ടാക്കി പഠിക്കൂ. തെറ്റിലൂടെ നമ്മൾ പഠിക്കുള്ളൂ. എന്തായാലും മിസ്റ്റേക്ക് എന്തായാലും വരും. അതൊന്നും വിഷയാക്കണ്ട. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? എന്റെ നെയിമാണ് ചോദിച്ചത്. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും പേരെ പറയണുള്ളൂ. ബാക്കി ആരും ഇന്ന് സെന്റൻസ് ഒന്നും ഉണ്ടാക്കാത്തേ. അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഓണർഷിപ്പ് സൂചിപ്പിക്കുക. അതായത് എന്റെയാണ്, നിന്റെയാണ്, അത് നിന്റെയാണ് എന്നൊക്കെ പറയാം. അത് അവരുടെയാണ്. അതൊക്കെയാണ് ഇത് പൊസസീവില് വരിക. ഓക്കെ, നമ്മുടെയാണ് എന്നൊക്കെ പറയില്ലേ? ദിസ് ഹൗസ് ഇസ് മൈൻ, ദിസ് ഹൗസ് ഇസ് ഹർ. തീർത്തൊക്കെ മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? തീർത്ത കേൾക്കുന്നുണ്ടോ? Scar is mine. I give it to her. This my son. This property is mine. This dog is barking. തെറ്റല്ലേ? ഓണർഷിപ്പ് എന്നല്ലേ പറയാ? തീർത്തൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എക്സാമ്പിൾ പറയൂ. തീർത്ത, പ്രവിത, ഗായത്രി, വിജയ് ഇതൊക്കെ പറയൂ. എക്സാമ്പിൾസ് എല്ലാവരും പറയൂ. ഓക്കെ, മനസ്സിലായോ? പൊസസീവ് പ്രോണൗൺ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇറ്റ്സ് മൈ ബുക്ക്. ദിസ് ബുക്ക് ഈസ് മൈ എന്നാ പറയാ. ഓക്കെ, അതല്ലേ പറഞ്ഞേ. നൗണിന് ശേഷം വരുന്നതാണ് പൊസസീവ് പ്രോണൗൺ എന്ന് പറയാ. നൗണിന് ശേഷമാ വരാ. ഓ, ദിസ് കാർ മീൻസ് കാർ എന്താ? നൗൺ ആണ്. നൗണിന് ശേഷം വരുന്നതാണ് പൊസസീവ് പ്രോണൗൺ. എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നൗണിന് ശേഷം വരുന്നതാണ് എന്ത്? പൊസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ദിസ് ബുക്ക് ഈസ് യുവേഴ്സ് കറക്റ്റ് ആണ്. കാരണം എന്താണ്? നൗൺ ബുക്ക് ആണ്. അതിനുശേഷം വരുന്നതാണ് എന്ത്? പൊസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ദിസ് പെൻ ഈസ് മൈൻ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് പറയൂ എല്ലാവരും. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ അടുത്തതിലേക്ക് പോവാം നമുക്ക്. അടുത്ത നോക്കിയേ, റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗൺ. അതെന്താ? എക്സാമ്പിൾസ് നോക്കിയാ ആദ്യം. myself, yourself, himself, herself, itself. അതിനൊക്കെ പ്രൊണൗൺസ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അല്ലെ? ourself, yourself, themselves അല്ലെ? അപ്പൊ നോക്കിയേ, എംഫാറ്റിക് പ്രോണൗൺ എക്സാമ്പിൾ നോക്കിയേ. I hurt myself. I hurt myself. എന്താ? സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇവിടെ എന്താ വന്നിരിക്കുന്നേ? സെയിം ആണ് അല്ലെ? സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണ്. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. മൈസെൽഫ് എന്ന് പറയുന്നതും എന്താ? അത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ രണ്ടും എന്താ? സെയിം ആണ്. ആ സെന്റൻസിൽ സബ്ജക്ട്, ഒരു സെന്റൻസ് സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയി വന്നാൽ അതെന്താ? റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഓക്കെ, റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗൺ. റിഫ്ലെക്സീവ് പ്രോണൗൺ അപ്പൊ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നോക്കിയേ, എംഫാറ്റിക് പ്രോണൗൺ.
എംഫാറ്റിക് പ്രോണൗൺ. എംഫാറ്റിക് പ്രോണൗൺ ഏതാ? they I myself told him. ഇവിടെ എന്താ? I and myself എന്ന ഒരുമിച്ച് വന്നു. അല്ലാതെ ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും അല്ലല്ലോ. ഐയും മൈസെൽഫ് ഇവിടെ എന്താ ഒരുമിച്ചാ വന്നേ അല്ലേ? അത് മാത്രല്ല ഇവിടെ എന്താ ഒരു ആക്ഷൻ ഉണ്ട് അല്ലെ? ഒരു ആക്ഷനും ഉണ്ടാവും ആ സെന്റൻസിൽ. അപ്പൊ അങ്ങനത്തെ സെന്റൻസിൽ എന്താ പറയാ? എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയും. എക്സാമ്പിൾ നോക്കിയേ, they themselves രണ്ടൊരുമിച്ച് വന്നു. അതുമല്ല ഒരു പ്രവൃത്തിയും കൂടെ അവിടെ ചെയ്തു. ആ സെന്റൻസിൽ ഒരു പ്രവൃത്തി കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ എന്താ? എംഫാറ്റിക് പ്രോണൗൺ ആണ്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് പറഞ്ഞ് ക്ലിയർ ആയോ? No. റിഫ്ലെക്സീവ് പ്രോണൗൺ എക്സാമ്പിൾ നോക്കിയേ, ഐ ഹേർട്ട് മൈസെൽഫ്. ഇവിടെ എന്താ? ഐയും മൈസെൽഫും എന്താ വന്നു? സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും വന്നു അല്ലെ? രണ്ടും സെയിം ആയിരുന്നു. These pronouns are used in the object position when the subject and the object of the sentence are the same. കണ്ടോ? സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ അതെന്താ? റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് പഠിക്കുക. എംഫാറ്റിക് പ്രോണൗൺ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം അല്ല എങ്കിൽ അതെന്താ? എംഫാറ്റിക് പ്രോണൗൺ എന്ന് പഠിക്കുക. എളുപ്പത്തിൽ ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് എംഫാറ്റിക് ആണോ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണോ എന്ന് മനസ്സിലാക്കുക. എംഫാറ്റിക്കും റിഫ്ലെക്സിന്റെയും എക്സാമ്പിൾസ് നോക്കി മനസ്സിലാവുന്നുണ്ടോ നോക്കി. ഐ ഹേർട്ട് മൈസെൽഫ്, വി ഹേർട്ട് അവർസെൽഫ്. ഇതെന്താ? രണ്ടും ഒബ്ജക്റ്റും സബ്ജക്റ്റും സെയിം ആണ് അല്ലെ? വീടെ പ്ലൂറൽ ആണ് എന്ത്? അവർസെൽഫ്സ് എന്ന് പറയുന്നത്. യു ഹേർട്ട് യുവർ സെൽഫ്, യുടെ പ്ലൂറൽ ആണ് യുവർ സെൽഫ്. ഈ രണ്ടും സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും സെയിം ആണ് അല്ലെ? എംഫാറ്റിക്കിൽ നോക്കിയേ, when we use the pronouns to emphasize some action, they are called emphatic pronoun. The emphatic pronouns have the same form as the reflexive pronoun. എംഫാറ്റിക് പ്രോണൗണിൽ എപ്പോഴും ഒരു ആക്ഷൻ ഉണ്ടാകും. അത് മാത്രമല്ല ഇവിടെ ഒബ്ജക്റ്റ് എപ്പോഴും എന്താ? ഈ മൈസെൽഫോ അയ്യോ ഒന്നും വരില്ല ഒബ്ജക്റ്റില്. സെന്റൻസ് കാണുമ്പോൾ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ മൈസെൽഫോ ദംസെൽഫോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എംഫാറ്റിക് പ്രോണൗൺ ആയിരിക്കും. റിഫ്ലെക്സീവ് പ്രോണൗണോ സബ്ജക്റ്റും ഒബ്ജക്റ്റും നോക്കുക. അത് സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണ്, സെയിം സിംഗുലറും പ്ലൂറലാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അതെന്താ? റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഇപ്പൊ മനസ്സിലായോ? ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? അറിയാവോ എല്ലാവരും ഒന്ന്? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ആയെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. മൂന്ന് പേർക്ക് മാത്രമേ ക്ലിയർ ആയോളൂ. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എനിക്ക് ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കണേ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി എന്ന് പറയൂ ആരെങ്കിലും ഒക്കെ. മനസ്സിലായില്ല? ക്ലിയർ ആണ്? ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നില്ലേ? ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ. ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. വി ഹേർട്ട് അവർ സെൽഫ് എന്ന് പറയണത്, വി എന്ന് പറയണതിന്റെ പ്ലൂറൽ അല്ലേ അവർ സെൽഫ് എന്ന് പറയുന്നതും. ഈ വിയും അവർ സെൽഫും ഒബ്ജക്റ്റും സബ്ജക്റ്റും ആണ് ഇവിടെ. വി എന്ന് പറയുന്നത് സബ്ജക്റ്റും അവർ സെൽഫ് എന്ന് പറയുന്ന ഒബ്ജക്റ്റുമാണ്. ഇങ്ങനൊരു സെന്റൻസ് കണ്ടാല് അതെന്താണെന്ന് മനസ്സിലാക്കുക. റിഫ്ലെക്സീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കുക. ഒരു സെന്റൻസില് സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെന്ന് നോക്കുക ആദ്യം. ഓക്കെ, അതാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ. എംഫാറ്റിക് പ്രോണൗൺ എന്താ? ഒരു ആക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൈ സെൽഫും ദം സെൽഫ്സ് ഒക്കെ അതിലും ഉണ്ടാവും. പക്ഷെ അതിലെന്താ? ആ സെന്റൻസിൽ എന്താ? ഒരു ആക്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രവൃത്തി അവർ ചെയ്യാനുണ്ടാവും. അതാണ് എന്ത്? എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്
പോയിന്റ് ഔട്ട് സംതിങ് ഓർ സംവൺ അല്ലെ, എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അവയുടെ നോക്കി ഏതൊക്കെയാ അതിൽ വരിക? ദിസ്, ദീസ്, ദാറ്റ്, ദോസ് അല്ലെ, ഇതൊക്കെയായിരിക്കും അതിൽ വരാ മെയിൻ ആയിട്ട് അല്ലെ. എക്സാമ്പിൾ നോക്കിയേ, ദിസ് ഇസ് എ ഗുഡ് അംബ്രല്ല. അംബ്രല്ല പോയിന്റ് ഔട്ട് ചെയ്തല്ലേ പറയാ അല്ലെ. ഒരു ആ കൊടയെ ചൂണ്ടിക്കാട്ടിയായിരിക്കും നമ്മൾ പറയാ അത് നല്ല ഒരു കൊടയാണ് എന്ന് പറയാ. ചൂണ്ടിക്കാണിച്ചായിരിക്കും പറയാ, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തായിരിക്കും പറയാ അത് നല്ലതാണെന്ന് അല്ലെ. അതിൽ എല്ലാ കൊടയും നല്ലതാണെന്നല്ല പറയാ, ആ ഒരു കൊട നല്ലതാണെന്നല്ലേ പറയൂ അല്ലെ. അതാണ് എന്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം. There are playing, these are playing അല്ലെ, അവര് കളിച്ചോണ്ടിരിക്കുകയാണെന്നല്ലേ, അവരെ പോയിന്റ് ഔട്ട് ചെയ്താൽ നമുക്ക് പറയാം അല്ലെ. ഓക്കെ, അത് മനസ്സിലായി. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ മനസ്സിലായോ? പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഒന്നാണ് എന്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് കാണുമ്പോൾ അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം, അതെന്ത് പ്രോണൗൺ ആണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവണം. അതിനുവേണ്ടി അതൊക്കെ പഠിപ്പിക്കണേ. ദിസും ദാറ്റും ദോസും ഒക്കെ വരികയാണെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ സെന്റൻസ് വായിക്കൂ. ഇപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോ അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനെ വെച്ചിട്ട് നോക്കാതെ ഇത് പ്രോണൗൺ ആണെന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതിലൊക്കെ പോട്ടെ, ഡിസ്ട്രിബ്യൂട്ടീവിലൊക്കെ പോട്ടെ. These are playing. Okay, correct ആണ്. അടുത്ത നോക്കി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നത് the pronouns which refer to persons or things one at a time. For this reason they are always singular. അല്ലെ, എപ്പോഴും സിംഗുലർ ആയിരിക്കും. and such they should be followed by singular verb. ഏതൊക്കെയാ നോക്കി, ഈച്ച്, ഐദർ, നൈദർ എന്നൊക്കെ വന്നാൽ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഓരോരുത്തരും അല്ലെ സിംഗുലർ ആയിട്ട് പറയാം. ഇവിടെ സിംഗുലർ ആയിട്ടേ പറയുള്ളൂ ആ സെന്റൻസിൽ. ഓക്കെ, അതൊരു പേഴ്സൺസിനെ ആവാം, തിങ്കിനെ ആവാം അല്ലെ, ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ഒരു സമയത്ത് പറയുന്നതാണ് എന്ത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഈച്ച് അല്ലെങ്കിൽ ഐദർ അല്ലെങ്കിൽ നൈദർ ആ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ നോക്കിയേ, ഈച്ച് ഓഫ് us bought the book. ഓരോരുത്തരും എന്താ ബുക്ക് വാങ്ങിച്ചു അല്ലെ. അല്ലെ, അപ്പൊ ബുക്ക് എന്ന് പറയുന്നത് ഒരു തിങ്ക് ആണ്. ഓക്കെ, അടുത്ത നോക്കി, യു ക്യാൻ ഡ്രിങ്ക് ഐദർ ടീ ഓർ കോഫി. നിങ്ങൾക്ക് എന്താണ്, നിനക്ക് ടീ അല്ലെങ്കിൽ കോഫി ഏതെങ്കിലും ഒന്ന് കുടിക്കാം എന്നാ പറയാം അല്ലെ. അവിടെ എന്തൊക്കെയാ ഈച്ച്, ഐദർ, നൈദർ ഒക്കെ യൂസ് ചെയ്തല്ലേ ആ സെന്റൻസിൽ. അതെന്താ അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയാ അല്ലെ. മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായോ? ഞാനിപ്പോ ഓരോ പ്രോണൗൺ പറയുന്നില്ലേ, ആ പ്രോണൗണിൽ വരുന്ന ഓരോ വാക്കുകൾ ഞാൻ പറയുന്നില്ലേ, ആ വാക്കുകളെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിൽ പറഞ്ഞില്ലേ ഈച്ച്, ഐദർ, നൈദർ ഒക്കെ ഉപയോഗിക്കാന്ന്, അത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. അങ്ങനെ ഒരു ഇത് കണ്ടാല് അതെന്തായിരിക്കും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ സിമ്പിൾ വേയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേ, അപ്പൊ പെട്ടെന്ന് മറക്കില്ല അതൊന്നും. ഇപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ, ദിസ്, ദാറ്റ് അല്ല, അതൊക്കെ വന്നാൽ എന്തൊക്കെയാ ഡെമോൺസ്ട്രേറ്റീവ് ആണെന്ന് പറയാം അല്ലെ. അതേപോലെ നോക്കിയേ, റിഫ്ലെക്സീവിലൊക്കെ എന്തൊക്കെയാ, മൈ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ് അല്ലെ. അത് നോക്കാം, അത് റിഫ്ലെക്സീവ് ആണെങ്കിൽ സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും ഒരേപോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആദ്യം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും റിഫ്ലെക്സീവ് ആണെന്ന് ആയിരിക്കും, അത് നോട്ട് ചെയ്യാം. അതുപോലെ എന്താ പോസസീവ് നോക്കിയേ, പോസസീവിൽ എന്താ എന്റെ എന്നൊക്കെ പറയാ, മൈ, യുവർ, യുവേഴ്സ്, മൈൻ അല്ലെ. അതൊക്കെ കറക്റ്റ്, അത് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രിക്കിലൂടെ പഠിക്കുക. ഓക്കെ, കറക്റ്റ് ഡെഫിനിഷനും അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. ട്രിക്കിലൂടെ പഠിക്കേ.
നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ട്രിക്ക് ഒക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, ട്രിക്ക് എന്തിലേക്ക് ഉണ്ടാവും. അപ്പൊ അതിലൂടെ പഠിക്കുക, സിമ്പിൾ ആയിരിക്കും. അല്ലാതെ ഒരുപാട് ഇങ്ങനെ തലയിൽ കെട്ടി വെച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല ഒന്നും. ഞാനിപ്പോ ഇങ്ങനെ ഡീറ്റെയിലായിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ട്രിക്കൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് കണ്ടെത്തി മനസ്സിലാക്കുക. അത് ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കാന്ന്. അതാണ് ഏറ്റവും എളുപ്പം. പെട്ടെന്ന് ഒരിക്കലും നമ്മ അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മറക്കില്ല. എപ്പൊ ചോദിച്ചാൽ നിങ്ങളത് പറയും. അതാ ഞാൻ പറഞ്ഞേ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് മനസ്സിലായില്ലേ? ഈച്ച്, ഐദർ, നൈദർ. ഓരോരുത്തരും, ഒന്നുകിൽ. അതൊക്കെ എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയാം. നോട്ട് തരുമ്പോ എല്ലാവരും കറക്റ്റ് ആണെന്ന് വായിച്ചു നോക്കണേ. വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കുക, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ നോട്ടിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടേതായ വേ ഓഫ് ലേണിംഗിൽ അത് ഓർത്ത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ നിങ്ങളുടെ നോട്ട് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും, അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ഇൻഡിഫിനൈറ്റ്. നോക്കിയേ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. Indefinite pronoun എന്താ? The pronouns which refers to persons or things in general. ജനറൽ ആയിട്ട് നമ്മൾ പറയില്ലേ, അതാണ് എന്ത്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയാ. ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യാണ്ട് പറയില്ലേ, they do not point out anyone or anything in particular. പർട്ടിക്കുലർ ആയിട്ട് ഓരോരുത്തരും പോയിന്റ് ഔട്ട് ചെയ്യാതെ പറയില്ലേ, അതായത് ജനറൽ ആയിട്ട് എല്ലാവരും നമ്മൾ പറയില്ലേ, അതാണ് എന്ത്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്, അല്ലേ? എക്സാമ്പിൾ നോക്കിയാ അതിലെന്തൊക്കെയാ വരാൻ നോക്കിയാ ആദ്യം. നൺ, എനിബഡി, എനിത്തിങ്, എവ്രിവൺ, സംബഡി, നോബഡി, ഇതൊക്കെയാ വരാ, അല്ലേ? കാരണം ഓരോരുത്തരെയും ഇവിടെ പറയുന്നില്ല. അതുമല്ല ഒരാൾ നല്ലതാണെന്നോ ഒന്നും പറയുന്നില്ല. ജനറൽ ആയിട്ട് പറയാ എല്ലാവരും നല്ലതാണ് എന്നൊക്കെ പറയുന്നു നമ്മ. ആരും മോശക്കാരല്ല, എല്ലാവരും നല്ലതാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. നൺ ഓഫ് ദം ഈസ് ബാഡ്, ആരും മോശക്കാരല്ല, അല്ലെ? വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടീസ്, അല്ലെ? എന്താ? അവരവരുടേതായ ഡ്യൂട്ടികൾ ചെയ്യുന്നു. ആരെയും പോയിന്റ് ഔട്ട്, നീ അല്ലെ, ഒരാളെയും പോയിന്റ് ഔട്ട് ചെയ്ത് അവിടെ പറയുന്നില്ല. അങ്ങനെ പറയുന്ന സെന്റൻസ് അല്ല, പോയിന്റ് ഔട്ട് ചെയ്യാതെ പറയുന്ന ജനറൽ ആയിട്ട് പറയുന്ന സെന്റൻസ് ആണ് എന്ത്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഡിഫിനൈറ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, നോട്ട് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? എന്താ മെസ്സേജ്? എന്താ? നമുക്കൊരു കാര്യം ചെയ്യാം, ലാസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ചെയ്താലോ? പറഞ്ഞു പോട്ടെ ഞാൻ എന്നാല്. മുമ്പത്തെ മെസ്സേജ് ഞാൻ കണ്ടില്ല കേട്ടോ, കണ്ടില്ല. നമുക്ക് ലാസ്റ്റ് എന്നാലും നോക്കാം. ഓക്കെ, ഒന്നോട്ട് നമുക്കൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. അടുത്ത നോക്കാം എന്നാല്. ഡൗട്ട് ചോദിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല കേട്ടോ മെസ്സേജ്, ഞാൻ കണ്ടില്ലേ. പെട്ടെന്ന് നമുക്ക് മെസ്സേജ് നോക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോ മെസ്സേജും കൂടെ നോക്കുമ്പോ ഇങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റാനുള്ള മെസ്സേജ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, these are playing on. അതേതാ?
ദീസ് ആർ പ്ലേയിങ്, അവര് കളിക്കുകയാണെന്നല്ലേ പറയാ. അത് എന്ത് കളിയാവട്ടെ, നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്തല്ലേ പറയാ. അല്ലെ, നിങ്ങളിപ്പോ ഒരു വഴി കൂടെ പോകുമ്പോൾ ഒരു ക്രിക്കറ്റ് കുറെ പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതപ്പോ നിങ്ങൾ എന്താ പറയാ, ദീസ് ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് അവരെ കണ്ടിട്ടല്ലേ എങ്ങനെ പറയാ, അല്ലേ? ആ സെറ്റ് ദിസിന്റെ പ്ലൂറൽ അല്ലേ ദീസ് വരാ, അതിന് എക്സാമ്പിൾ അല്ലേ തന്നെ. ദിസിന്റെ പ്ലൂറലില്ലേ ദീസ് വരാ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അല്ലെങ്കിൽ നമുക്ക് ദേയല്ലേ, നമ്മ ക്യാഷ് ടോക്കിലൊക്കെ ദേയല്ലേ യൂസ് ചെയ്യാം, അല്ലെ? പ്ലൂരലും സിംഗുലറും പ്ലൂരലും കാണിക്കാൻ വേണ്ടിയുള്ള എക്സാമ്പിൾ അല്ലേ അവിടെ തന്നിരിക്കുന്നേ. ദിസിന്റെ പ്ലൂരലാണ് ദീസ് എന്ന് വരാ, ദാറ്റിന്റെ പ്ലൂരലാണ് ദോസ് വരാ. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? അടുത്ത നോക്കിയ എന്നാല് റെസിപ്രോക്കൽ നോക്കിയേ. റെസിപ്രോക്കല് this noun is used when two or more people do the same thing. Indefinite pronoun എന്താ? The pronouns which refers to person or thing in general. ജനറൽ ആയിട്ട് പറയുന്ന എല്ലാവരും ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. അതായത് ആരെയും പോയിന്റ് ഔട്ട് ചെയ്യാതെ ജനറൽ ആയിട്ട് നമ്മൾ പറയില്ലേ, കോമൺ ആയിട്ട് നമ്മൾ പറയില്ലേ, എല്ലാവരും ഉദ്ദേശിച്ച് പറയില്ലേ, അതാണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഓർത്ത് വെക്കുക. നോട്ട് കിട്ടുമ്പോൾ അതിനവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത നോക്കി റെസിപ്രോക്കൽ പ്രോണൗൺ. ദിസ് പ്രോണൗൺ ഈസ് യൂസ്ഡ് when two or more people do the same thing. അല്ലെ, രണ്ടോ കൂടുതൽ ആളുകൾ ഒരേ കാര്യം ഒരേ സമയത്ത് ചെയ്യുന്നതാണ് എന്ത് റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഏതൊക്കെയാ? ഈച്ച് അതർ, വൺ അനദർ ഒക്കെ റെസിപ്രോക്കൽ പ്രോണൗണിൽ വരും. ഓക്കെ, ഇത് എനിക്ക് വേർഡൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. നോട്ട് മീൻസ് ഓർ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതിയത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നോക്കിയേ. പീറ്റർ ആൻഡ് മേരി ഹെൽപ്പ് ഈച്ച് അതർ. അല്ലെ, രണ്ടുപേരും പരസ്പരം സഹായിച്ചു എന്നല്ലേ പറയാ. അപ്പൊ അവർ രണ്ടുപേരും ഒരേ ഒരു കാര്യം ചെയ്തേ, സഹായിച്ചു അല്ലെ, ഈച്ച് അതർ. അടുത്ത നോക്കി, ദേ പ്ലേഡ് അഗേൻസ്റ്റ് വൺ അനദർ. അല്ലെ, അവരെന്താ ഒരാൾക്കെതിരെ കളിച്ചു എന്നല്ലേ പറയാ, അല്ലെ? അവിടെ എന്താ യൂസ് ചെയ്തേ? വൺ അനദർ യൂസ് ചെയ്തല്ലേ. അതെന്താ? റെസിപ്രോക്കൽ പ്രോണൗൺ ആണെന്ന് പറയാം. ഓക്കെ, റെസിപ്രോക്കൽ മനസ്സിലായോ എല്ലാവർക്കും? The two sisters loved each other. രണ്ടുപേരും എന്താ ഇഷ്ടമാണ് രണ്ടുപേർക്കും അല്ലെ, പരസ്പരം. അതാ ഉദ്ദേശിക്കുന്നത് അല്ലെ. When two or more people do the same thing. അല്ലെ, രണ്ടോ കൂടുതൽ ആളുകളോ ഒരേ പ്രവൃത്തി ചെയ്യുന്നതിന് എന്താ റെസിപ്രോക്കൽ എന്ന് പറയും, അല്ലെ? റെസിപ്രോക്കൽ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിൽ മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കിയാൽ they are also called WH pronouns. ഇൻട്രോഗേറ്റീവ് എന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കുക ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നോട്ടൊക്കെ നോട്ടൊക്കെ നിങ്ങൾ പഠിക്കുക. സിമ്പിൾ ആയിട്ട് പറയാം, ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഒറ്റയ്ക്ക് പറഞ്ഞപ്പോ ക്ലിയർ ആയോ? ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. ആസ്ക് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന എന്ത് വേർഡ്സ് ഒക്കെയാ? വാട്ട്, ഹൂ, അല്ലെ, വിച്ച്, ഇതൊക്കെ എന്താ ഇൻട്രോഗേറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കി, വാട്ട് ആർ യു ഡൂയിങ്, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഹൂസ് ദിസ് ബുക്ക്, അത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണെന്ന് പറയാം. അതും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, റിലേറ്റീവ് പ്രോണൗൺ നോക്കിയേ. റിലേറ്റീവ് പ്രോണൗൺ ആർ യൂസ്ഡ് ടു റിലേറ്റ് വൺ പാർട്ട് ഓഫ് ദി സെന്റൻസ് ടു അനദർ. ഒരു പാർട്ട്, ഫസ്റ്റ് പാർട്ടിനെ റിലേറ്റ് ചെയ്യാനും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായുള്ള റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് ആണ് എന്താ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ആ റിലേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക അതെന്ത് പ്രോണൗൺ ആണെന്ന് ജസ്റ്റ് ഓർക്കുക. റിലേറ്റീവ് എന്ന് കേട്ടാൽ അപ്പത്തിന് മനസ്സിലാക്കാം. അങ്ങനെ പഠിക്കുക. ഓക്കെ,
നോക്കിയേ, who whom that. who whom that ഒക്കെ നമുക്ക് people ആളുകളെ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ കുറച്ച് സെന്റൻസ് നോക്കിയേ. ദിസ് ഈസ് ദ ലേഡി ഹെൽപ്ഡ് മീ. അവിടെ എന്താ who അല്ലെങ്കിൽ that നമുക്ക് യൂസ് ചെയ്യാം. അതൊരു പേഴ്സൺ ആയതുകൊണ്ട് അല്ലെ, ദിസ് ഇസ് ദ ലേഡി ഹു ഓർ ദാറ്റ് ഹെൽപ്ഡ് മീ. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെ. അടുത്ത നോക്കിയേ, ദീസ് ആർ ദ പീപ്പിൾ ഹു ഓർ ദാറ്റ് ബോട്ട് ഹൗസ്. അവിടെ നമുക്ക് ഹു അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ഷീ ഈസ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. അവിടെ എന്താ യൂസ് ചെയ്യാം, ഹൂം ആ യൂസ് ചെയ്യാം അല്ലെ. ഈ ഹൂം ഹു ഹൂം ദാറ്റ് എന്തിനേക്ക് ഉപയോഗിക്കണേന്ന് പഠിച്ചു വെക്കാം. പീപ്പിൾ ആണ് അല്ലെ, അത് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദാറ്റ് ഹൂസ്. അതൊക്കെ എന്തിനാ യൂസ് ചെയ്യാം, പേഴ്സൺ അനിമൽ തിങ്ക്. അതിന്റെ എക്സാമ്പിൾസ് നോക്കിയേ, ദ ബഞ്ച് ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. അവിടെ എന്താ ഒരു തിങ്ക് ആണ്, നമുക്ക് അവിടെ ഹൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ദാറ്റ് യൂസ് ചെയ്യാം. ഈ ഫസ്റ്റത്തെ ഈ ഫോർ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ദാറ്റ് ഹൂസ് പേഴ്സൺ അനിമൽ തിങ്സിനാണ് യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാം കൂടി മിക്സ് ആയിരിക്കും. ചെറുതാറ്റ് എല്ലാത്തിലും വന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഇന്നതിനൊക്കെ യൂസ് ചെയ്യാം, ഹൂസ് ഇവിടെ എല്ലാം യൂസ് ചെയ്യാം, വാട്ട് ഇതിനൊക്കെ യൂസ് ചെയ്യാം. പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ നോട്ട് കിട്ടുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇവിടെ ഈ സൈഡിലോ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ നോട്ട് ഇത് ഫുള്ള് വായിക്കേണ്ടി വരില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയ ഷോർട്ട് നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ രീതിയിൽ എല്ലാവരും നോട്ട് എഴുതി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയോ വെക്കാം. വിച്ച് ദാറ്റ്. അപ്പൊ എന്തൊക്കെയാ, അനിമൽസിന് യൂസ് ചെയ്യാം. അനിമൽസ് അല്ലെങ്കിൽ തിങ്സ്. കണ്ട ഇവിടെ മുകളിൽ നോക്കി, ദാറ്റ് ഹൂസ് ഞാൻ പറഞ്ഞില്ലേ പേഴ്സണലി അനിമൽ തിങ്സിന് യൂസ് ചെയ്യാം. അത് തന്നെയാണ് ഇവിടെയും അല്ലെ. വിച്ച് വന്നതേ ഉള്ളൂ. അപ്പൊ വിച്ച് വരുമ്പോ അനിമലും തിങ്കും ആയിരിക്കണം, പേഴ്സൺ നമ്മൾ യൂസ് ചെയ്യില്ല. കണ്ടോ, അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ഓക്കെ, ദിസ് ഈസ് ദ ഡോഗ് ഡാഷ് ഐ ബോട്ട് യെസ്റ്റർഡേ. അവിടെ നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ വരുന്ന ഈ വിച്ചും ദാറ്റും ആണ് റിലേറ്റീവ് പ്രൊണൗൺസ്. കാരണം എന്താ, ഈ ദിസ് ഈസ് ദ ഡോഗിനെ റിലേറ്റ് ചെയ്തോളാണ്. ഈ ദിസ് ഈസ് ദ ഡോഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട്, ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. ഈ രണ്ട് പാർട്ടിനെയും റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന വിച്ചും ദാറ്റും വാട്ടും ഇതെല്ലാം എന്താ, റിലേറ്റീവ് പ്രൊണൗൺസ് ആണ്. ഓക്കെ, അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നേ ഉള്ളൂ. ഏതിനൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ വേർഡ് വരും, ഏതൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ കേട്ടോ. വിച്ച് ദാറ്റ് അപ്പോ അനിമൽസും തിങ്സിനും യൂസ് ചെയ്യാം. ഒരു സെന്റൻസിൽ അനിമൽസും തിങ്സ് കണ്ടാല് അവിടെ എന്താ, നമുക്ക് വിച്ചും ദാറ്റും യൂസ് ചെയ്യാം. അടുത്ത വാട്ട്. വാട്ട് ഉദ്ദേശിക്കുന്നതാ, നമുക്ക് തിങ്സിന് യൂസ് ചെയ്യാം അല്ലെ. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു നോ. വാട്ട് സൈസ് ഷൂസ് ഡു യു ടേക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണേ കേട്ടാ. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നോട്ട് തന്നെ. ഓക്കെ, അത് ക്ലിയർ അല്ലേ. അടുത്ത നോക്കിയേ, നമുക്ക് ഹൂ എവിടെ എങ്ങനെ ചേർക്കാമെന്ന് നോക്കിയേ. നൗൺ. നൗണിന് ശേഷവും വെർബിന് മുൻപും നമുക്ക് എന്താ ഹൂ യൂസ് ചെയ്യാം അല്ലെ. ദ മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് നൗൺ ആണ്, റോട്ട് എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ ഇതിന്റെ സെന്ററിൽ എന്താ വരാം, ഹൂ വരാം. അപ്പൊ ദ മ്യൂസിഷ്യൻ ഡാഷ് wrote this song എന്ന് പറയുമ്പോ എന്താ, the musician who wrote this song എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഹൂ എന്ന് പറയുന്നത് ഇവിടെ റിലേറ്റീവ് പ്രൊണൗൺ ആണ്. ആ ഹൂ എന്താ ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻ വരാ, the musician dash wrote this song. കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ നോക്കുക ഇവിടെ നൗൺ ഏതാണ്, വെർബ് ഏതാണ്, അപ്പൊ ഇവിടെ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓപ്ഷനിൽ നോക്കിയിട്ട് ഹൂ ഉണ്ടെങ്കിൽ ആ ഹൂ ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, the woman dash called yesterday wants to the house. എന്താ അവിടെ എന്താ ആഡ് ചെയ്യാ, ഹൂ ആഡ് ചെയ്യാം. കാരണം കോൾഡ് എന്ന് പറയുന്ന വെർബും വുമൺ എന്ന് പറയുന്ന നൗൺ ആണ്. അപ്പൊ എന്താ ഹൂ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, നൗൺ എന്ന് പറയുന്ന പേഴ്സൺ ആണെങ്കിൽ ഡാഷിന് ശേഷം ഓക്സിലറി വെർബ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്സിലറി വെർബൊക്കെ എന്തൊക്കെയാ, ഹെൽപ്പിംഗ് വെർബാണ് അല്ലെ. ഈസ് വാസ് ഒക്കെ എന്താ ഓക്സിലറി വെർബ്സ് ആണല്ലേ. അപ്പൊ അങ്ങനെ ഓക്സിലറി വെർബ് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഹൂ ആഡ് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, നൗണും വെർബും വന്നാലും നടുക്ക് എന്താ ഹൂ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. നൗണും
ഇത് നോട്ട് ആരും എഴുതി നിൽക്കരുതേ. ഇത് നിങ്ങൾക്ക് ഞാൻ തരും. ഈ നോട്ട് തരുമ്പോ ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആൻസർ നോക്കാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ ആൻസർ ഉണ്ട്, പക്ഷെ ആൻസർ നിങ്ങൾ നോക്കാതെ സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക. എവിടേക്കാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എവിടേക്കാണ് തെറ്റിയത്, എവിടെയാണ് ശരിയായതൊക്കെ നിങ്ങൾ തന്നെ വാല്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, ആരും അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയെടുക്കണ്ട. നോട്ട് കിട്ടുമ്പോ നോക്കിയാ മതിയേ. അവർ നോട്ട് ഞാൻ തരുമല്ലോ, അപ്പൊ നോക്കിയേ. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അപ്പൊ ഹൂ നേരത്തെ നമ്മൾ പറഞ്ഞു നൗണും വെർബും വന്നാല് ഹൂ ആഡ് ചെയ്യാന്ന് അല്ലെ? അത് ഒരു അതൊരു റൂളാണ്. അതേപോലെ അടുത്ത് ചെയ്താ ഹൂ ആഡ് ചെയ്യാൻ പറ്റണം. നോക്കിയേ, നൗൺ ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പേഴ്സൺ ആണെങ്കിൽ അവിടെ ഓക്സിലറി വെർബും ഉണ്ടെങ്കിൽ അവിടെ ഹൂ ആഡ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയേ, ദ മാൻ ഡാഷ് ഈസ് സിംഗിങ് ഈസ് ദിവ്യാസ് ഫാദർ. ഇവിടെ വന്ന ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബും ഇവിടെ ദ മാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണും ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഹൂ ആഡ് ചെയ്യാം. ഓക്കെ, സാം ഡാഷ് ഈസ് എ ഡോക്ടർ. അവിടെ സാം എന്ന് പറയുന്ന ഒരു പേഴ്സണും ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബും ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഹൂ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കിയേ, നൗൺ ഇപ്പോ പേഴ്സൺ അല്ല എങ്കിൽ, വെർബ് വന്നാലോ? നൗൺ പേഴ്സൺ അല്ല, അതിനുശേഷം വെർബ് ആണ് വന്നതെങ്കിൽ നമുക്ക് ഹൂ ആഡ് ചെയ്യണം. സോറി, വിച്ച് ഓർ ദാറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു നൗൺ അതൊരു പേഴ്സൺ ആണ്. അപ്പൊ പേഴ്സന്റെ കൂടെ വെർബ് വന്നാൽ ഹൂ ആഡ് ചെയ്യണം. ആ സമയത്ത് ഒരു പേഴ്സൺ, ഒരു വസ്തു, ഒരു അനിമൽ എന്തൊക്കെയാണെങ്കിൽ അതിനിപ്പോ വെർബ് കൂടെ വന്നാൽ വിച്ച് ഓർ ദാറ്റ് ആഡ് ചെയ്യണം. നമുക്ക് ആ സെന്റൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുക. നമ്മൾ ഇങ്ങനെ കുറെ പഠിക്കുമ്പോഴാണ് ഭ്രാന്താവണം. ഓക്കെ, നമുക്ക് ആ സെന്റൻസ്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സെന്റൻസ് കിട്ടുമല്ലോ, ആ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും അവിടെ വിച്ച് ആണോ ദിസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്ക്. ഓക്കെ, ഇതൊക്കെ ഈ സെന്റൻസ് ഞാൻ പറയാട്ടോ. ദിസ് ഈസ് ദ പിക്ചർ ഡാഷ് വാസ് പെയിന്റഡ് ബൈ രാജാ രവിവർമ്മ. നമുക്ക് എന്ത് പറയാം? പിക്ചർ ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. ദിസ് ഇസ് ദ പിക്ചർ that was painted by രാജാ രവിവർമ്മ എന്ന് പറയാം അല്ലെ? This picture is this picture which was painted by രാജാ രവിവർമ്മ എന്ന് പറയാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോഴാണ് നമുക്കത് ടഫായിട്ടും മനസ്സിലാവാതെ ബുദ്ധിമുട്ടായിട്ട് തോന്നണേ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നോക്കുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, രമേശ് killed the snake. Killed the snake ആണ്. രമേശ് killed the snake. Which by his father. That by his father എന്ന് പറയാം. സിമ്പിൾ അല്ലേ? അടുത്ത നോക്കിയേ, നൗണിന് മുൻപ് നോക്കിയേ, ഡാഷിന് ശേഷം നൗൺ ആണ് വന്നെങ്കിൽ ഹൂസ് ആണ് ഇവിടെ ആഡ് ചെയ്യാം. ജപ്പാൻ ഇസ് എ കൺട്രി ഡാഷ് സിറ്റിസൺ ആർ വെരി ഹാർഡ് വർക്കിംഗ്. അവിടെ ഹൂസ് ആ വരാം. സിറ്റിസൺ എന്ന് പറയുന്നത് നൗൺ ആണ്, അപ്പൊ ഹൂസ് ആ വരാം. നെക്സ്റ്റ് നോക്കിയേ, ഡു യു നോ ദ ബോയ് ഡാഷ് മദർ ഇസ് എ നേഴ്സ്. മദർ എന്ന് പറയുന്നത് നൗൺ ആണ്, സോ ഹൂസ് വരും. ഇപ്പൊ നൗൺ വന്നാല് ഹൂസ് വരും എന്ന് പറഞ്ഞു. ഈ സ്ഥാനത്ത് തന്നെ ഇവിടെ പ്രോണോൺ ആരെങ്കിലോ ഹൂം വരും. The student I teach are very intelligent. I എന്ന് പറയുന്നത് പ്രോണോൺ ആണ്, അപ്പൊ ഹൂം വരും. He is the man dash I met in London. I എന്ന് പറയുമ്പോൾ അവിടെ ഹൂം വരും. Tell me the name of the boy dash you want to marry. You വന്നു അല്ലെ, പ്രോണോൺ വന്നു, അപ്പൊ ഹൂം വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, noun plus preposition plus dash. അവിടെ ഹൂമാ വരാ. The teacher from എന്ന് പറയുന്നത് prepositions ആണ്. The teacher from dash എന്ന് പറയുമ്പോൾ ഹൂം വരാ അല്ലെ? അപ്പൊ I studied English is the best teacher in India. അപ്പൊ നൗണും പ്രപ്പോസിഷന് ശേഷം ഹൂം വരും. ഡാഷ് കാണുമ്പോൾ നിങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുക, ഏതാണ് വന്നിരിക്കുന്നത്, എന്താണ് വന്നിരിക്കുന്നത് എന്നൊക്കെ. ഓക്കെ,
നെക്സ്റ്റ് നോക്കി, ദാറ്റ് ഈസ് ദ ബോയ് വിത്ത് ഡാഷ്. ഐ പ്ലേ ഫുട്ബോൾ. ഇവിടെ എന്താ നൗൺ? എവിടെ? ദ ബോയ് നൗൺ ആണ് അല്ലെ. വിത്ത് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ. അപ്പൊ ഇവിടെ എന്താ ഹൂം വര. ഓക്കെ, ഇവിടെ നൗൺ പറഞ്ഞു. ഇനി അടുത്ത നോക്കിയ നൗൺ പേഴ്സൺ അല്ല എങ്കിൽ, പ്രപ്പോസിഷൻ വന്നാൽ അവിടെ എന്താ വിച്ച് വരും. അപ്പൊ എന്താ ദ ബുക്ക് ഫ്രം ഡാഷ് ഐ സ്റ്റഡി ദിസ് എന്ന് പറയുമ്പോ ഇവിടെ ദ ബുക്ക് എന്ന് പറയുന്നത് പേഴ്സൺ അല്ല അല്ലെ, ഒരു തിങ് ആണ്, ഒരു വസ്തുവാണ്. കൂടെ പ്രപ്പോസിഷൻ വന്നു. അപ്പൊ എന്താ തിങ് ആയതുകൊണ്ട് എന്ത് വരും? വിച്ച് വരും അല്ലെ. ദിസ് ഇസ് ദ ബുക്ക്, അതൊരു തിങ് ആയതുകൊണ്ട് വിച്ച് വരും അല്ലെ. പ്രപ്പോസിഷൻ ഇൻ, പ്രപ്പോസിഷൻ ഏതാ ഇവിടെ? ഇൻ ആണ്. അപ്പൊ എന്താ ഇവിടെ വിച്ച് യൂസ് ചെയ്യാം. ദിസ് ഇസ് ദ ടൈം അല്ലെ. എന്താ അതും ഒരു പേഴ്സണൽ തിങ്ക് ഒന്നല്ല അല്ലെ, പേഴ്സണൽ അല്ല. അപ്പൊ എന്താ അവിടെ ബൈ എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഇവിടെ വിച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, ദ സബ്ജക്ട് പേഴ്സൺ തിങ്സ് ഓർ ആനിമൽ. ഏതോ ആവട്ടെ, ആനിമലോ സബ്ജക്റ്റോ തിങ്സോ പേഴ്സണോ ആരോ ആവട്ടെ. അതിനുശേഷം എപ്പോഴും എന്താ ദാറ്റ് യൂസ് ചെയ്യാം. ദ ഫുഡ് that she cooked yesterday. Okay, the lamp that was in the room was broken. Okay, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് നോക്കണേ. ഓക്കെ, നോക്കിയേ, രമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. ഒന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും. രമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. എല്ലാവരും ആൻസർ പറഞ്ഞേ. എല്ലാവരും സ്പീഡിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവരും നിങ്ങൾ പറയുന്ന ശേഷം മാത്രമേ ഞാൻ ആൻസർ പറയുള്ളൂ. എല്ലാവരും ആൻസർ ചെയ്യണം. മീയോ? മീയല്ല, ഐ ആണ്. ഞാനും തന്നെ വരാ. എന്നെന്ന് പറയൂ ആരെങ്കിലും? രമയും ഞാനും അല്ലെ, അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ ഞാനെന്ന് പറയുന്നത് എന്താ? ഐ ആണ്. അപ്പൊ ഐ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, ഐ ബ്ലെയിം ഡാഷ് ഫോർ എനി എറർ ഓൺ ദിസ് വെബ്സൈറ്റ്. എന്താ ഐ വരുമ്പോൾ എന്താ വരാന്ന് പറഞ്ഞേ? ഓപ്ഷൻസ് നോക്കിയേ. അതെ, ഐ വരുമ്പോ എന്താ? മൈസെൽഫ് എന്ന് വരും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാട്ടോ. മൈ അങ്കിൾ ഇൻവൈറ്റഡ് മൈ ബ്രദർ ആൻഡ് ഡാഷ്. അങ്കിള് എന്റെ ബ്രദറിനെയും പറഞ്ഞു. എല്ലാരും പറഞ്ഞു, ആൻസർ പറ. എന്റെ ബ്രദറിനെയും എന്നെയും ഡിന്നറ് ക്ഷണിച്ചു. എന്നെ. ഓക്കെ, മീ ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ദ മെഷീൻ വിൽ ടേൺ ഓഫ് ബൈ ഇറ്റ്സെൽഫ് അല്ലേ. അടുത്ത നോക്കിയേ, ശോഭ ഹേർട്ട് ഹെർസെൽഫ്. എന്താ വരിക? ശോഭ ഹേർട്ട് ഹെർസെൽഫ്. ഫിഫ്ത്ത് വൺ ശരിയാക്കാൻ നോക്കി എല്ലാവരും. ശോഭ ഹേർട്ട് ഹെർസെൽഫ് ഏത് പ്രോണൗൺ ആയിട്ട് വരും? ശ്രദ്ധിച്ചു നോക്ക്. ആ സബ്ജക്ട്, ആ സെന്റൻസിൽ ആക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഏതാണെന്ന് നോക്കുക. എന്നിട്ട് പറഞ്ഞേ, എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ എന്ന് പറഞ്ഞേ. അത് റിഫ്ലെക്സീവ് ആണ്. കാരണം എന്താണ്? സബ്ജക്റ്റും ഒബ്ജക്റ്റും നോക്ക്. സബ്ജക്ട് ശോഭയും ഒബ്ജക്ട് ഹെർസെൽഫും അല്ലേ. അപ്പൊ ഇതെന്താ? റിഫ്ലെക്സീവ് ആണ്. എംഫാറ്റിക് ആണെങ്കിൽ അവിടെ ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും. ആക്ഷൻ ഒന്നും അവിടെ. അപ്പൊ അത് റിഫ്ലെക്സീവ് ആണ്. നോട്ട് തരുമ്പോ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്നുകൂടെ എല്ലാവരോടും ചോദിക്കും. ഓക്കെ, എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടോ എല്ലാവർക്കും?
സംസാരിച്ചോളൂ അൺമ്യൂട്ട് ആയിട്ട് സംസാരിച്ചോളൂ എല്ലാവരും. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ചോദിച്ചതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരോ? ലാസ്റ്റ് ചോദിച്ചതില് നിങ്ങൾക്ക് ഏത് നോട്ട് തരുമ്പോ നിങ്ങളിതൊന്ന് നോക്കിയിട്ടേ അതിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചില്ല കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിലത്തെ ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ടില്ല, അതിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടിട്ട്. രമ ആൻഡ് ഐ. അപ്പൊ ഇവിടെ രമയും ഞാനും, അപ്പൊ രണ്ടാൾക്കാർ പ്ലൂറൽ ആയതുകൊണ്ടാണല്ലേ വേറെ വന്നത്. ഞാൻ പെട്ടെന്ന് ആലോചിച്ച ഐ വരുമ്പോ വാസല്ലേ വരണ്ടേന്ന് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കില്ലേ, ഇവിടെ രമാന്റെ നമ്മ പറയുമ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ, ഞാനും എന്നല്ലേ പറയുള്ളൂ അല്ലേ? ഐ വന്നപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഐ വാസല്ലേ വരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോ രമ ആൻഡ് ഐ, അപ്പൊ രണ്ടുപേരായല്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും വേറെ വന്നത് അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പെട്ടെന്ന് കിട്ടിയില്ല, അയ്യാണെന്ന് ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ അല്ലേ? ആ സെന്റൻസ് ഇതുപോലെ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓക്കെ, പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഐ കിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വേർന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു മിസ്മാച്ച് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ രണ്ടുപേര് വന്നില്ല, അപ്പൊ അവിടെ വേറെ വരാം. ഓക്കെ, ഒരാളുണ്ടെങ്കിൽ മാസ് വരും അവിടെ, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. നോട്ടെല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ മാം, താങ്ക് യു. വൈൻഡപ്പ് ചെയ്തോട്ടെ? മനസ്സിലായില്ലേ ക്ലാസ്? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.